ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോകുന്നൊരു ഫുൾ ഡേ കണ്ട അപ്പോൾ രാവിലെ എണീച്ച് ആദ്യം തന്നെ എൻ്റെ വെള്ളമെല്ലാം കുടിച്ച് പിന്നെ എനിക്കൊരു വർക്കൗട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ്. തടിയൊക്കെ കുറച്ചൊന്ന് സുന്ദരിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറുമ്പോൾ എങ്ങനെ ഒരു 8:30 അപ്പോൾ ഈ 8:30 തൊട്ട് ഈ 9 മണീൻ്റെ ഇടയ്ക്ക് ഈ ഒരു അരമണിക്കൂർ ഗ്യാപ്പാണ് എനിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ടിഫിൻ ഉണ്ടാക്കാനും പിന്നെ ഡോളറിൻ്റെ കൂടെ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്ന സമയം. അപ്പോൾ ഈ ഒരു അരമണിക്കൂറിൽ ശരിക്കും പറഞ്ഞാൽ കിച്ചണിനകത്ത് ഒരു മാരത്തോൺ പോലെ ഞാൻ കിടന്ന് ഓടുകയാണ് ചെയ്യുക. ഹസ്ബൻഡും പാവം വന്ന് ചില സമയത്ത് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. ആളുള്ള കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയത്തിന് ഓഫീസിലെത്താൻ തന്നെ പറ്റുന്നത്. എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് തോന്നുന്ന കാര്യമാണത്. കാരണം ഞാൻ എത്ര ലേറ്റ് ആയാലും ആൾക്ക് ലേറ്റ് ആയാലും ആൾ എനിക്ക് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ കുളിച്ച് റെഡിയായി എന്നെ ഓഫീസിൽ വിട്ടിട്ടേ ആൾ എങ്ങോട്ടും പോകാറുള്ളൂ. അപ്പോൾ അത്രയും ചെയ്യുന്ന ആൾക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്കും ചെയ്തു കൊടുത്ത് തിരിച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം ആളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് ജിമ്മ് കഴിഞ്ഞ് തിരിച്ച് വന്നുള്ള പ്രോട്ടീൻ ഷേക്കും ഉണ്ടാക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്കും എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ടിഫിൻ ഉണ്ടാക്കി കഴിയും. അപ്പോൾ ടിഫിൻ നിറയ്ക്കുക, പിന്നെ അതൊക്കെ പാക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറയാൻ എനിക്ക് എൻ്റെ അമ്മേനെ നന്നായിട്ട് ഓർമ്മ വരും കേട്ടോ. കാരണം കല്യാണത്തിന് മുന്നേ ഇതൊക്കെ എൻ്റെ അമ്മയാണ് ചെയ്തുകൊണ്ട് തന്നിരുന്നത്. അപ്പോൾ ഇതിനൊന്നും ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ രാവിലെ എണീക്കുക, കുളിച്ച് റെഡിയാവുക, അതാ ഒരു ഡബ്ബ പാക്ക് ചെയ്ത് കിട്ടും. അതുകൊണ്ട് അങ്ങനെ പോയാൽ മതി. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും വാല്യൂ ഒക്കെ റിയലൈസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ എന്താ പറയുക ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളേ അല്ല. അപ്പോൾ നിങ്ങൾ എന്നും രാവിലെ എണീച്ച് നിങ്ങളുടെ അമ്മേനോട് എത്ര താങ്ക് യു പറയാൻ പറ്റും അത്രയും പറയേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓൾറെഡി നിങ്ങൾക്ക് കാണാം ഞാൻ ഓട്ടത്തിൻ്റെ ഇടയിലാണ്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓൾറെഡി 9 മണി ആവാറായി കേട്ടോ. പക്ഷെ എന്നാലും എൻ്റെ ഓടി കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ തീർത്ത് എൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് കുളിച്ച് ഓടി റെഡിയായി വന്ന് വിളക്ക് കത്തിക്കും. ഇതിനെ റെഡിയാവാന്നൊക്കെ കണക്കാണ്. പിന്നെ ആളെന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യും. ഓഫീസിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിലെത്തിയാലാണ് ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ആവുന്നത് അപ്പോഴാണ്. പിന്നെ ഓഫീസിലെ പണിയൊക്കെ തുടങ്ങിയിട്ട് ലാപ്ടോപ്പൊക്കെ ഓൺ ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ റെഡി ആവുന്നതിന്. വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വെറുതെ ഇറങ്ങുക ചെയ്യുക. ഓഫീസിൽ വന്നിട്ടാണ് ശരിക്കും റെഡി ആവുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഡേ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊന്നൊരു പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഇത് സൗത്ത് ഇന്ത്യൻ ഫുഡിന് നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു ഫിൽറ്റർ കോഫിയും കുടിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഒരു ഫുൾ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.